ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി ഫസ്റ്റ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ സാന്ത്വനം 2ന്റെ നാളെയും മറ്റന്നേക്ക് ആയിട്ട് വരാനിരിക്കുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കേട്ട് നോക്കിയാലോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് തന്നെ സാന്ത്വനം 2ന്റെ പുതിയ വിശേഷം നമുക്ക് കേൾക്കാം. നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് ആരും മറക്കരുത്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെ അധികം ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ സാന്ത്വനം 2ന്റെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനുവും അലോകും തമ്മിൽ നല്ല പൊരിഞ്ഞ പോരാട്ടം ഉണ്ട് കേട്ടോ. അനു കിട്ടുന്ന അവസരത്തിലെല്ലാം അലോകിനിട്ട് കൊണ്ടുകൊടുക്കും. അതുപോലെ തന്നെ അലോക് കിട്ടുന്ന അവസരത്തിലെല്ലാം അനുവിനിട്ട് പണി കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ അനുശ്രീയുടെ റിസൾട്ട് ഒക്കെ അറിഞ്ഞ് ആ ഒരു സന്തോഷത്തിന്റെ എല്ലാവരുടെ നിർബന്ധ പ്രകാരം നമ്മുടെ അലോക് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ എന്താണ് അലോക് നമ്മുടെ അനു പറഞ്ഞു, എനിക്കൊരു 90% മാർക്കിൽ കൂടുതൽ എനിക്കുണ്ടെങ്കിൽ അമ്പലത്തിൽ നേർച്ച ഉണ്ടായിരുന്നു മുത്തശ്ശി, അങ്ങനെ പോണോന്നൊക്കെ പറഞ്ഞ് അലോകിന്റെ കൂടെ നിർബന്ധിച്ച് അലോക് ഒഴിവുതിരൊക്കെ പറഞ്ഞു. പക്ഷെ ഒഴിവുതിരിവൊന്നും മുത്തശ്ശിയും അമ്മയൊന്നും കണക്കാക്കാണ്ട് നമ്മുടെ അനുശ്രീനെ അലോകിന്റെ ഒപ്പം തന്നെ അമ്പലത്തിൽ നേർച്ച ചെയ്യാനായിട്ട് വിടുന്നത്. അപ്പൊ പോകുന്ന വഴി 1-2 പരിപാടികൾ അലോക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മുടെ റോഡിൽ പോകുന്ന ടൈമിൽ നമ്മുടെ ആര്യനും ഇത്രയും കൂടെ അവിടെ കരിക്ക് കുടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് നമ്മുടെ അലോകിന്റെ കണ്ണിൽപ്പെടും കേട്ടോ. കണ്ണിൽപ്പെട്ടിട്ട് അലോക് നേരെ അവിടെ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് അനുവിനെ അവിടെ നിർബന്ധിച്ച് ഇറക്കി ആര്യന്റെയും മിത്രയുടെയും മുന്നിൽ ഒരു ഷോ ഒക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് വീണ്ടും അനുവിനിട്ട് പണി കൊടുക്കുന്നത് ഗോമതി സ്റ്റോഴ്സിൽ ചെന്നിട്ട് അവിടെ കടല മിഠായി മേടിച്ചോണ്ട് പറഞ്ഞു. പക്ഷെ അനു എന്ത് ചെയ്താ ഇറങ്ങില്ല എന്ന് എന്നെ തീർത്ത് പറഞ്ഞു. കാരണം അനുവിനറിയാം അലോക് എന്റെ അച്ഛനെയും മറ്റുമൊക്കെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ആണെന്ന്. അനു എത്ര നിർബന്ധം കാണിച്ചിട്ടും അലോക് സമ്മതിച്ചില്ല. അലോക് കൈ പിടിച്ച് വലിച്ച് എന്നെ ഗോമതി സ്റ്റോഴ്സിലോട്ട് ഒരു കടലമിഠായി മേടിക്കാനൊക്കെ വിടുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് ബാലനായിട്ട് കണ്ട് ബാലൻ അനുവിനെ പുറത്തിറങ്ങി പോകാൻ പറയുന്നു. അവസാനം നമ്മുടെ ദേവി ഇടപെടുന്നുണ്ട്. അവസാനം ധർമ്മനും ദേവിയൊക്കെ ഇടപെട്ട് ബാലനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ അനു പറഞ്ഞു, എന്റെ റിസൾട്ട് വന്നു, അപ്പൊ അത് അച്ഛനോട് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് 95% മാർക്ക് ഉണ്ടെന്ന് പറയാം. അത് കേൾക്കുമ്പോൾ നമ്മുടെ ബാലന്റെ നെഞ്ചിലൊരു വല്ലാത്തൊരു സന്തോഷമാണ്. പക്ഷെ അതൊന്നും പ്രകടിപ്പിക്കൂല. ഇവിടെ അച്ഛനും ഇല്ല മോളും ഇല്ല, എനിക്ക് ആരെ ഒരു റിസൾട്ടും ഒന്നും കേൾക്കണ്ട, ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറയാൻ മോളെ ദേവി എന്ന് ഇങ്ങനെ ബാലനൊക്കെ പറഞ്ഞ അനുവിന് ആട്ടാണ് കേട്ടോ. അനുവിന് വല്ലാത്ത വിഷമോ. ആ സമയത്ത് നമ്മുടെ പിന്നെ അലോക് കടയുടെ അകത്തോട്ട് കയറി വരും. എന്റെ ഈ സാധനം ഡേറ്റ് കൊള്ളാത്തയാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇൻസൾട്ട് ചെയ്യും കേട്ടോ. അപ്പൊ ധർമ്മൻ ഒച്ച എടുക്കുന്നുണ്ട്. അപ്പൊ ധർമ്മനെയും അലോക് കൊച്ചിച്ചൻ വലിയ ഇതൊന്നും ആവണ്ട, ഇനി അലോകിന്റെ സമയമല്ലേ, ടൈമിങ് ആണെന്നൊക്കെ പറഞ്ഞ് മൊത്തത്തില് വലിയ ഷോ കാണിക്കുകയാണ് ആര്, നമ്മുടെ അലോക്. അനുവിനാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. കാരണം തന്റെ അച്ഛനെയും മാമനെയും ഏട്ടത്തിനെയൊക്കെ ഇൻസൾട്ട് ചെയ്യും പോലെയുള്ള അലോകിന്റെ ഈ ഒരു പണിക്ക് നല്ലൊരു തിരിച്ചടി ഞാൻ കൊടുക്കും എന്ന രീതിയിൽ തന്നെ ആ കടയിൽ നിന്ന് അനുവിനെ വലിച്ചിറക്കിക്കൊണ്ടാണ് അലോക് പോകുന്നത്. അങ്ങനെ അവര് പോകുന്ന സമയത്ത് അനു പറയും, നീ എന്റെ അച്ഛനെ എന്റെ ഏട്ടനെ ഒക്കെ നീ വേദനിപ്പിക്കുന്നതിന് അലോകെ നീ കരുതി വെച്ചോ, ഞാൻ നിനക്ക് ഇതിനിട്ട് 8ന്റെ പണി തന്നെ ഞാൻ തരും എന്ന് പറയണ. പിന്നെ നീ എന്നെ എന്തുണ്ടാക്കും നടി എന്നൊക്കെ പറഞ്ഞ് രണ്ടും കൂടെ വഴക്ക് കൂടെയാണ്. അങ്ങനെ അമ്പലത്തിലോട്ട് പോവാണ്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ മീനാക്ഷി കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മുടെ ദേവമംഗലത്തോട്ട് വരെയാണ്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ അനുവിന്റെ റിസൾട്ട് മീനാക്ഷി അറിഞ്ഞല്ലോ. അങ്ങനെ ആദ്യം കൊണ്ടുവന്ന് നമ്മുടെ ഗോമതിക്ക് കൊടുക്കണം. അമ്മ ഇത് കഴിക്ക്, ഒരു വിശേഷം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഗോമതിയുടെ മനസ്സിൽ ഫസ്റ്റ് ടൈം പോണത് ഇനിയിപ്പോ മീനുവിന് വിശേഷം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ മിത്ര വരുന്നുണ്ട്. എന്നിട്ട് കഴിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ മീനു പറയണത്, അതെ അതൊന്നും അല്ല, നമ്മുടെ അനുശ്രീയുടെ റിസൾട്ട് വന്നു, 95%-നേക്കാൾ മാർക്ക് അവക്കുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ഗോമതിക്ക് ഭയങ്കര സന്തോഷമാവാണ്. കാരണം 90%-നേക്കാൾ മാർക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നേർച്ചയൊക്കെ നേർന്നതായിരുന്നു. അപ്പൊ ആ സന്തോഷം മുഖത്തുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഗോമതി മുഖം മാറ്റി. മറ്റുള്ളവരുടെ മുന്നില് അനുവിന് ഇഷ്ടമില്ലാത്ത ഒരു വെറുപ്പ് കാണിക്കണമല്ലോ. അതെ, എനിക്കിവിടെ ആരുടെയും റിസൾട്ടും കാര്യങ്ങളും മാർക്കൊന്നും എനിക്കിവിടെ കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് മുറി പോകും കേട്ടോ. ആ സമയം നമ്മുടെ മീനാക്ഷിയും ഇത്രയും കൂടെ ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് മീനാക്ഷി പറയാൻ, നോക്കിക്കോ, എന്തെങ്കിലും കാരണം പറഞ്ഞ അമ്മ ഇപ്പൊ പുറത്തിറങ്ങും, അനുവിന്റെ ആ നേർച്ചകളൊക്കെ വീട്ടാനും മറ്റുമൊക്കെ ആയിട്ട് നീ കണ്ടോളാൻ പറഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ ഗോമതി, എനിക്ക് ഗോമതി സ്റ്റോഴ്സിലൊന്ന് പോണം, വൈകിട്ട് കുറച്ച് കറി വെക്കാനുള്ള പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പൊ നമ്മുടെ മീനു പറയും, അത് അച്ഛൻ വരുമ്പോ കൊണ്ടുവരത്തില്ലേ,
അവര് വന്നതിന് ശേഷം ഉണ്ടാക്കാനല്ല, അവര് വരുമ്പോ അവർക്ക് കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ആള് ഭയങ്കരമായിട്ട് നമ്പർ ഇട്ട് ഇറങ്ങിയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ അനു ആലോകും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ചയെടുത്തോണ്ടൊക്കെയാണ് പോണത്. അത് കഴിഞ്ഞിട്ട് ഈ അലോക് ഒരു പണി ചെയ്യുന്നുണ്ട് കേട്ടോ, വേറെ ഒന്നുമല്ല. ഈ അനുവിനെ എങ്ങനെയെങ്കിലും, അങ്ങനെ വീടൊക്കെ എത്തിക്കഴിഞ്ഞു, അനുവിന് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം. അപ്പൊ അലോക് ഇങ്ങനെ ആലോചിച്ച് കിടക്കുകയാണ്. നേരം വെളുത്തിട്ടേ ഉള്ളൂ. അപ്പൊ അനുശ്രീ കുളിക്കാനായിട്ട് ബാത്റൂമിൽ കയറിയാണ്. അപ്പൊ അലോക് ഉറക്കം നടിച്ച് പതുക്കെ പറ്റി കിടക്കുകയാണ്. ഈ സമയത്ത് അലോക് ആലോചിക്കണേ ഇവക്കിട്ട് എന്ത് പണിയാ കൊടുക്കാൻ. അപ്പോഴാണ് അലോകിന്റെ മനസ്സിൽ പോയത്, കുറച്ച് എണ്ണ എടുത്ത് ഇവൾ ഇറങ്ങുന്നതിന്റെ അവിടെ തന്നെ ഒഴിച്ചു വെച്ചിരുന്നാലേ ഇവൾ അതിൽ സ്ലിപ്പായിട്ട് വീഴും. നേരെ കട്ടിലിൽ ചെന്ന് തല അടിക്കാൻ പാകത്തിന് എണ്ണ ഒഴിച്ചു വെക്കാം. അങ്ങനത്തെ ഒരു കുതന്ത്ര ബുദ്ധിയൊക്കെ ആലോചിച്ച് അലോക് പ്ലാൻ ചെയ്ത് എണ്ണയൊക്കെ ഒഴിക്കാൻ കേട്ടോ. ഈ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അലോക് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്. ആ സമയത്താണ് അപ്പുറത്തെ റൂമിൽ നിന്ന് നമ്മുടെ അച്യുതൻ അലോകിനെ വിളിക്കുകയാണ്. അപ്പൊ അതേ വരുന്നു വച്ചാന്ന് പറഞ്ഞിട്ട് അലോക് ചെല്ലാണ്. ഈ സമയത്ത് നമ്മുടെ രാജശ്രീ വാഷ് ചെയ്യാനുള്ള തുണി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അനുവിന്റെ റൂമിലോട്ട് വരേണ്ട. പക്ഷെ അനു കുളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ കുറച്ച് തുണി അവിടെ ഇവിടെ കിടന്നതിനൊക്കെ രാജശ്രീ എടുത്തിട്ട് ബാത്റൂമിന്റെ അവിടെ ചെന്നിട്ട്, മോളെ അനു, നിന്റെ അലക്കാനുള്ള തുണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങ് തന്നേക്കുക. അപ്പൊ അനു പറഞ്ഞു, ഇല്ലമ്മേ ഞാൻ കൈകൊണ്ട് അലക്കിക്കോളാന്ന് പറഞ്ഞു. വേണ്ടാന്നേ, നീ ഇങ്ങ് തന്നേക്കുക. അങ്ങനെ ബാത്റൂം തുറന്ന് ആ തുണി, അനുവിന്റെ ആ ഡ്രസ്സ് അലക്കാനുള്ളത് അമ്മയുടെ കൈ കൊടുക്കുകയാണ്. എന്നിട്ട് അനു കുളിക്കാൻ കയറി. ഈ സമയത്ത് ഇതെല്ലാം മേടിച്ചിട്ട് ആ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി തിരിയണതും നമ്മുടെ രാജശ്രീ ഈ എണ്ണയിൽ അങ്ങ് വഴിക്ക് വീണിട്ട് ഹൂന്നും പറഞ്ഞങ്ങ് പോവേണ്. അല്ല, ഒന്നൊന്നര വീഴക്കം തന്നെ നമ്മുടെ രാജശ്രീ വീഴേണ്. നേരെ ചെന്ന് കുറെ അങ്ങ് നീങ്ങി അങ്ങ് പോയിട്ട് കൈയും കാലും ഒക്കെ ഇടിക്കണ്. ആ സമയം അലോക് അച്യുതന്റെ അടുത്ത് നിന്നുണ്ട് പറയാം, അവള് ഇങ്ങോട്ടോ വീണു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, എടാ ഇത് അവളല്ല, നിന്റെ അമ്മ എങ്ങോട്ടോ വീണതാ, നിന്റെ അമ്മയുടെ കരച്ചിൽ അവിടെ നിന്ന് കേൾക്കണമെന്ന് പറയാം. അപ്പോഴേക്കും ആലോക് ഒരൊറ്റ ഓടേണ് മുറിയിലോട്ട്. എന്താ സംഭവിച്ചതെന്ന് പറയാം. അവിടെ ചെന്നപ്പോഴേക്കും രാജശ്രീ വീണ് രണ്ട് കൈക്കും കാലിനൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ക്ഷതയേറ്റിട്ടുണ്ട്. പിന്നെ രാജശ്രീനെ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പൊ കൊണ്ടുവരുന്ന സമയത്ത് രണ്ട് കൈക്ക് പ്ലാസ്റ്റർ ഉണ്ട്, കഴുത്തിന്റെ അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ആകെ ഇടങ്ങേറായി. അപ്പോഴേക്കും അച്യുതൻ അലോകിന്റെ അടുത്ത് പറഞ്ഞു, എടാ നീ അവക്കിട്ട് വെച്ച പണി കിട്ടിയത് നിന്റെ അമ്മയ്ക്ക്, മേലാൽ ഇതുപോലെയുള്ള കണ്ണൻ തിരുവുകൾ കാണിച്ചാലുണ്ടല്ലോ ആലോക് ആകെ ഒരു വല്ലാത്ത ഇതായിപ്പോയി. കാരണം തന്റെ അമ്മയ്ക്ക് എന്നെ വെച്ച പണി തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ള ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ അലോക് ഇങ്ങനെ ഓരോ കുതന്ത്രങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അലോകും അനുവും കൂടെ ഒരു ദിവസം പുറത്ത് ഇങ്ങനെ പോവായിരുന്നു കേട്ടോ. അപ്പം പുറത്ത് പോകുന്ന സമയത്ത് അനുവായിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അതായത് അനുവിന്റെ അച്ഛനെയും അമ്മയും ഏട്ടന്മാരെയൊക്കെ ഇങ്ങനെ എത്രത്തോളം നാണം കെടുത്തി ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അലോക് അവരെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കണം. അപ്പൊ അനു പറഞ്ഞു, അലോകെ നീ കുറെ നേരമായിട്ടുണ്ട് എന്റെ അച്ഛനെയോ എന്റെ അമ്മേനെയോ എന്റെ ഏട്ടന്മാരെയോ പറഞ്ഞ് കളിക്കാൻ നീ ആളായിട്ടില്ല. നീ എന്റെ തനി സ്വഭാവം ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ എന്റെ സ്വഭാവം കാണിച്ചാലുണ്ടല്ലോ പിന്നെ നീ എന്നെ അങ്ങ് ഒലത്തിക്കളെ. അതെ, ബാലന്റെ മക്കള് അങ്ങനെ ഇങ്ങനെയുള്ളതൊന്നും അല്ല. ബാലന്റെ മക്കൾ അത്യാവശ്യം മറ്റൊരാളെ നേരിടാനുള്ള അത്യാവശ്യം കരോട്ടയും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് എന്നെ ബാലൻ ഇങ്ങനെ വിട്ടേക്കണേന്ന് പറഞ്ഞു കേട്ടോ. ഇത് കേട്ടപ്പോ അലോക് പതുക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ, അത് ശരിയാ. കാരണം ഇവൾ ഇങ്ങനെ ഞല്ല് പോലെ ഇരുന്നാൽ ഇവള് എന്നെ എടുത്തിട്ട് ഏറിലല്ലേ ഇടിക്കണത്. അയാൾ ഇങ്ങനെയാണെങ്കിലും മക്കളെ അല്ല, ആമ്പിള്ളേരും കണക്കാ, എല്ലാണോ നല്ല ഇടിയോടിടിയാണ്. അലോക് അതൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കണം. അപ്പോഴാണ് അനു പറഞ്ഞു, അതെ ഇപ്പൊ എന്നെ എന്റെ ഏട്ടന്മാരെ കുറിച്ചല്ലേ ഇങ്ങനെ ഓർത്തിരിക്കുന്നത്, പിന്നെ എനിക്കതല്ലേ പണി, നിന്റെ ഏട്ടന്മാരെ നിന്നെയും കുറിച്ച് ഓർത്തിരിക്കുക. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അവര് റോഡിൽ ഇറങ്ങി നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു പോലീസ് ജീപ്പ് അതുവഴി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവര് കണ്ടായിരുന്നു ഇങ്ങനെ അലോക് അനുവിനെ വഴക്ക് പറയുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ അവര് ശ്രദ്ധിച്ചു. അപ്പൊ അനുവിന് മനസ്സിലായി ആ പോയ ജീപ്പിലെ പോലീസുകാരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ആ പോലീസ് ജീപ്പ് ബാക്ക് എടുത്ത് വന്നിട്ട് ചോദിക്കും, കുട്ടി ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും കിട്ടിയ അവസരമല്ലേ, അനു വിട്ടുകൊടുക്കുവോ? ആലോകിന് എട്ടിന്റെ പണി കൊടുക്കാൻ പറ്റിയ ഒരു അവസരം. അപ്പോഴേക്കും അനു പറഞ്ഞു, സാറേ എന്റെ ഭർത്താവാണ് ഇയാള്, എന്നെ കുറെ നേരമായിട്ട് എന്നെ വഴക്ക് പറയണു, എന്നെ തല്ലാനായിട്ട് വരണു, പിന്നെ എന്റെ അച്ഛനെയും അമ്മയും ഒക്കെ കുറ്റം പറയുന്നുണ്ട്, എന്റെ ഏട്ടന്മാരെ ഒക്കെ തെറി പറയുന്നുണ്ടെന്ന്. അപ്പോഴേക്കും ആലോക് അന്തം വിടണ്. കാരണം വെച്ചാൽ ഇങ്ങനെയൊക്കെ കള്ളത്തനം വിളിച്ച് പറയണ. എന്നിട്ട് അനു പറഞ്ഞു, സാറേ അത് മാത്രമല്ല, ഞങ്ങള് സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ്, എന്റെ വീട്ടുകാരെ വെറുപ്പിച്ച് ഞാൻ ഇയാളെ കൂടെ ഇറങ്ങിപ്പോന്നു. ഇപ്പൊ ഇയാള് പറയണത് എനിക്ക് സ്ത്രീധനം വേണോന്ന്, അതും പറഞ്ഞാണ് സാറേ ഇപ്പൊ വഴക്കുണ്ടാക്കണേന്ന്. അപ്പോഴേക്കും അലോക് പറഞ്ഞു, എന്റെ പൊന്നു സാറേ എവള് വാ തുറന്ന കള്ളത്തരേ പറയുള്ളൂ, എവള് പറയണത് മുഴുവൻ നുണയാണ് സാറേ എന്നും പറഞ്ഞിട്ട് അലോകത്തോടെയാണ്. എടാ
അങ്ങോട്ട് മാറി നിൽക്കടാ. അപ്പം അയാൾ വന്നിട്ട് ചോദിച്ചു, അല്ല ഞാൻ കുട്ടീനെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് അനുവിന്റെ അടുത്ത് പറയാം. അപ്പൊ അനു പറഞ്ഞു, ഇവിടെ അടുത്തുള്ള ഗോമതി സ്റ്റോഴ്സിലെ ബാലന്റെ മോളാണ്. ആ, അങ്ങനെ പറ, ഞാൻ ഈ ഇടയ്ക്കൊക്കെ ആയിട്ട് കുട്ടിയെ കണ്ടിട്ടുണ്ട്, അപ്പൊ കടയിൽ വന്നപ്പോഴായിരിക്കും എന്ന് പറഞ്ഞു. എടാ, പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് നീയൊക്കെ എന്താടാ കാണിക്കണത്? നിന്നെയൊക്കെ പോലുള്ളവന്മാരുണ്ടല്ലോ മോളെ, നീ ഒരു പെറ്റീഷൻ എഴുതി ഇങ്ങി തന്നെ 3 വർഷം പുറം ലോകം കാണാണ്ട് എവനെ ഞാൻ അകത്ത് കിടത്തി തരാം. അപ്പോഴേക്കും അനു ഒന്നും മിണ്ടില്ല. അപ്പോഴേക്കും അനുവിന്റെ അടുത്തോട്ട് പതുക്കെ അലോക് ചെല്ലുന്നു. എന്റെ പോലീസുകാരെ കേൾക്കാണ്ട് അലോക് പറയുന്നുണ്ട്, എടി അവരുടെ അടുത്ത് ഉള്ള സത്യം പറയടി, നീയല്ലേടി എന്നെ ചവിട്ടി മെതക്കുന്നത്, ഞാൻ എപ്പോഴാടി നിന്റെ അടുത്ത് സ്ത്രീധനം ചോദിച്ച് നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തത്, എടി ഒന്നും പറയടി, എന്നെ അവര് പിടിച്ചോണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇടൂടി എന്നൊക്കെ പറഞ്ഞ് ആലോക് കിടന്ന് വിരളൻ കേട്ടോ. അപ്പോഴേക്കും അനു ചെന്നിട്ട് സാറിന്റെ അടുത്ത് പറഞ്ഞു, സാറേ ഈ ഒരു പ്രാവശ്യത്തേക്കും കൂടെ ഒന്ന് ക്ഷമിക്കാം, കാരണം എന്റെ ഭർത്താവല്ലേ, കല്യാണം കഴിഞ്ഞ് ഇത്ര നാളെ ആയിട്ടുള്ളൂ, അപ്പോഴേക്കും എന്നെ ഇങ്ങനെ വഴക്ക് പറയണം, സാറൊന്ന് താക്കീത് ചെയ്ത് വിട്ടാ മതി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യത്തേക്ക് സാറ് മാപ്പാക്കണമെന്നും പറഞ്ഞ് അനു പറയാണ്. അപ്പോഴേക്കും അയാൾ വന്നിട്ട് നേരെ പറഞ്ഞു, ഈ പെൺകുട്ടി പെറ്റീഷൻ തരുന്നില്ല എന്ന് പറഞ്ഞത് നിന്റെ സമയം നല്ലതായുണ്ട്, അതല്ല എന്നുണ്ടെങ്കിൽ എടാ നിന്നെ ജയിലിൽ കയറ്റിയിട്ടിട്ടുണ്ടല്ലോ, നിന്റെ പരിപ്പ് ഞാൻ ഇങ്ങ് വെളിയിലെടുക്കും എന്നുള്ള രീതിയിൽ അയാൾ നല്ലൊരു ഡോസ് കൊടുത്തിട്ട് എന്നെ പോവേണ്. അവസാനം വണ്ടി കയറി രണ്ടുപേരും വീട്ടിലോട്ട് പോവേണ്ട കേട്ടോ. ആ സമയത്ത് അനു പറയുന്നുണ്ട്, അതെ എന്റെ കൂടെ കളിച്ചാൽ ഇപ്പൊ എങ്ങനെ ആയിരിക്കും എന്ന് അലോകിന് മനസ്സിലായല്ലോ. അയ്യോ മനസ്സിലായി, ഇനി എപ്പോഴെങ്കിലും എന്റെ വീട്ടുകാർ എന്റെ അച്ഛനെയോ അമ്മയോ ഏട്ടന്മാരെയോ എന്തെങ്കിലും പറഞ്ഞ അലോകെ നീ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിന്റെ അപ്പുറത്തെ പണി എനിക്ക് തരാൻ നിനക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഏകദേശം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാളെയും മറ്റന്നെയൊക്കെ ആയിട്ട് നമ്മുടെ എപ്പിസോഡിൽ വരുന്ന സീനും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ അലോക് അനുവിനിട്ട് കൊടുത്ത പണി മിക്കവാറും എല്ലാ പണികളും കിട്ടുന്നത് നമ്മുടെ രാജശ്രീക്കാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അനുവിന് വീഴ്ത്താനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള പണികൾ ചെയ്യുന്നത് ആലോക് ആലോചിച്ച് ചെയ്യണതാണ്. പക്ഷെ അത് എന്തോ ഭാഗ്യം കൊണ്ട് അനുവിന് അത് കിട്ടത്തില്ല, അത് കിട്ടുന്ന മൊത്തം രാജശ്രീക്ക്. അങ്ങനെ കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ പോവാണ്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ സാന്ത്വനം 2-ന്റെ പുതിയ 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 അനുവിന്റെ അലോകിന്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് കാത്തു തന്നെ ഇരിക്കാം. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കേൾക്കുന്നതിനോടൊപ്പം ഒന്ന് ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും ശ്രമിക്കുക. പുതുതായിട്ട് വരുന്നവര് സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.